ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ചാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്നൊക്കെ പറഞ്ഞു. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സോഴ്സ് ചാർജിന് ചുറ്റും അതിന്റെ ഫോഴ്സ്, ഇലക്ട്രിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡ് വിഷ്വലൈസ് ചെയ്യുന്നതിന് വേണ്ടി ഫാരഡെ ഡെവലപ്പ് ചെയ്ത ഒരു നോൺ മാത്തമാറ്റിക്കൽ മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്, ലൈൻസ് ഓഫ് ഫോഴ്സ്. അതായത് ഒരു സോഴ്സ് ചാർജിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി ഫാരഡെ ഡെവലപ്പ് ചെയ്ത നോൺ മാത്തമാറ്റിക്കൽ വേ ആണ് എന്തെന്ന് പറയുന്നത്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. അപ്പൊ ആക്ച്വലി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമാജിനറി ലൈൻസ് ആണ്. അത് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് പോസിറ്റീവ് ചാർജിൽ നിന്നും എൻഡ് ചെയ്യുന്നത് എവിടെയായിരിക്കും? നെഗറ്റീവ് ചാർജ്. അപ്പൊ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജും ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ്, അതായത് ഇതൊരു ഡൈപോൾ ആണ്. അപ്പൊ എപ്പോഴും ഇത് പോസിറ്റീവ് സ്റ്റാർട്ട് ചെയ്ത് എവിടെ എൻഡ് ചെയ്യും? നെഗറ്റീവില് എൻഡ് ചെയ്യും. അപ്പോൾ ഇനി ഓരോന്നിന്റെ കേസിലെ ലൈൻസ് ഓഫ് ഫോഴ്സ് നമുക്ക് വരയ്ക്കാൻ പഠിക്കണം. അതായത് അപ്പൊ ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഴ്സ് ചാർജിന് ചുറ്റിയുള്ള അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് വിഷ്വലൈസ് ചെയ്യാനുള്ള നോൺ മാത്തമാറ്റിക്കൽ മെത്തേഡ്. അത് ഡെവലപ്പ് ചെയ്തത് ആരാണ്? ഫാരഡെ ആണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ഇമാജിനറി ലൈൻസ് ആണ്. അത് എപ്പോഴും ഒറിജിനേറ്റ് ചെയ്യുന്നത് പോസിറ്റീവ് ചാർജിൽ നിന്നും എൻഡ് ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും? എൻഡ് ചെയ്യുന്നത് എവിടെയായിരിക്കും? നെഗറ്റീവ് ചാർജിലുമായിരിക്കും. അപ്പോൾ ഒരു സിംഗിൾ പോസിറ്റീവ് ചാർജ് ആണ്. ഇത് പരീക്ഷയ്ക്ക് നമുക്ക് വരയ്ക്കാൻ ചോദിക്കുന്നതാണ്. ഒരു സിംഗിൾ പോസിറ്റീവ് ചാർജിന്റെ കേസിലെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് പോസിറ്റീവിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എവേ ഫ്രം ദ പോസിറ്റീവ് ചാർജ് ആയിരിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ വരച്ചതാണ്. ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഫോർ എ സിംഗിൾ പോസിറ്റീവ് ചാർജ് എപ്പോഴും എന്തായിരിക്കും? എവേ ഫ്രം ദ പോസിറ്റീവ് ചാർജ് ആയിരിക്കും. അപ്പൊ ആരോ മാർക്ക് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജിൽ നിന്നും ഡീവിയേറ്റ് ചെയ്ത് പോകുന്നതായിട്ടാണ് വരയ്ക്കുന്നത്. ഇനി ഒരു സിംഗിൾ നെഗറ്റീവ് ചാർജ് ആണെങ്കിലോ ലൈൻസ് ഓഫ് ഫോഴ്സ് വരയ്ക്കുന്നത് എങ്ങനെയായിരിക്കും? ടുവേഴ്സ് ദി നെഗറ്റീവ് ചാർജ് ആയിരിക്കും. കാരണം എവിടുന്നോ ഏതോ ഒരു പോസിറ്റീവ് ചാർജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അത് എവിടെ വന്ന് എൻഡ് ചെയ്യും? നെഗറ്റീവ് ചാർജിൽ വന്ന് എൻഡ് ചെയ്യും. അപ്പോൾ ഫോർ എ സിംഗിൾ നെഗറ്റീവ് ചാർജ് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്തായിരിക്കും? ടുവേഴ്സ് ദ നെഗറ്റീവ് ചാർജ്. ഒരു സിംഗിൾ പോസിറ്റീവ് ചാർജിന്റെ കേസിലാണെങ്കിൽ എവേ ഫ്രം ദ പോസിറ്റീവ് ചാർജ്. അപ്പൊ അതിന്റെ മീനിങ് എന്താണ്? ഒരു സിംഗിൾ ചാർജ് ആണെങ്കിൽ ഇത് ഈ പോസിറ്റീവ് ചാർജിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് എവിടെയോ ഇൻഫിനിറ്റിയിൽ എവിടെയോ ചെന്നത് എൻഡ് ചെയ്യും. ഇതിന്റെ മീനിങ് എന്താണ്? ഇൻഫിനിറ്റിയിൽ എവിടെയോ ഇരിക്കുന്ന ഒരു പോസിറ്റീവ് ചാർജിൽ നിന്നും വരുന്ന ലൈൻസ് ഓഫ് ഫോഴ്സ് എവിടെ വന്ന് എൻഡ് ചെയ്യും? നെഗറ്റീവ് ചാർജിൽ വന്ന് എൻഡ് ചെയ്യും. ഞാനാണെങ്കിൽ ഒരു ഡൈപോളിന്റെ കേസിൽ ലൈൻസ് ഓഫ് ഫോഴ്സ് വരയ്ക്കാൻ പറ്റും. ഡൈപോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജും കൂടെ ചേരുമ്പോഴാണ് അതിനൊരു അത് നമ്മൾ പഠിക്കും. ഒരു പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും അതിനെ ഒരു സ്മോൾ വെക്ടർ ഡിസ്റ്റൻസ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്യണേ അതിനാണ് നമ്മൾ ഡൈപോൾ എന്ന് പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രിക് ഡൈപോളിനെ കുറിച്ചൊക്കെയാണ് പഠിക്കും. അപ്പോൾ ഇത് എപ്പോഴും ഒരു പോസിറ്റീവിന് സ്റ്റാർട്ട് ചെയ്ത് എവിടെ എൻഡ് ചെയ്യും? നെഗറ്റീവിൽ എൻഡ് ചെയ്യും. അപ്പോൾ ഇവിടെ നിന്ന് അതുപോലെ പോസിറ്റീവിന് സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവിൽ എൻഡ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഒരുപാട് ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ടാകും. അതായത് അതിന്റെ ഇൻഫ്ലുവൻസ് അനുഭവപ്പെടുന്ന റീജിയനിലെല്ലാം എന്തുണ്ടാവും? ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ടാവും. അപ്പൊ ഇങ്ങോട്ട് വരുന്തോറും ഇത് എന്ത് ചെയ്യും? വലിയ കർവ് ആയിട്ട് പോകും. തിരിച്ച് ഇത് എവിടെ വന്ന് ഈ കർവൊക്കെ തിരിച്ച് എവിടെ വന്ന് എൻഡ് ചെയ്യും? നെഗറ്റീവ് ചാർജിൽ വന്നിട്ട് എൻഡ് ചെയ്യും. അപ്പോ പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അത് എവിടെ എൻഡ് ചെയ്യുന്നത്? നെഗറ്റീവ് ചാർജിലായിരിക്കും വന്ന് എൻഡ് ചെയ്തത്. എന്നാൽ തിരിച്ച് നെഗറ്റീവിൽ നിന്ന് അത് പോസിറ്റീവിലേക്ക് വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇതെന്നാണ് പോസിറ്റീവ് സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവിൽ എൻഡ് ചെയ്തത്. തിരിച്ച് ഇങ്ങനെ വരികയായിരുന്നെങ്കിൽ നമുക്ക് പറയാം ഇത് ക്ലോസ്ഡ് ലൂപ്പ് ആണെന്ന്. പക്ഷെ ഇവിടെ അങ്ങനെയാണോ? അല്ല. ഇത് പോസിറ്റീവിൽ സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവിൽ എൻഡ് ചെയ്യാനായിട്ട് ഈ ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് എന്ത് ഫോം ചെയ്യുന്നില്ല? ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യുന്നില്ല. ഇനി രണ്ട് ലൈക്ക് ചാർജസ് ആണെങ്കിൽ, അതായത് രണ്ട് ചാർജും ഒരേപോലെ ആണെങ്കിൽ അവിടെ എന്ത് വരും? ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ആണ് വരുന്നത്. അപ്പോൾ ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പോസിറ്റീവ് ചാർജിൽ നിന്ന് ഇത് സ്റ്റാർട്ട് ചെയ്ത് പോവുകയും ചെയ്യുന്നത്. അപ്പൊ ഇവ പരസ്പരം എന്ത് ചെയ്യത്തില്ല? ഇന്റർസെക്ട് ചെയ്യില്ല. രണ്ടും റിപ്പൽ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. രണ്ടും പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇത് എന്ത് ചെയ്യും? ഇങ്ങനെ റിപ്പൽ ചെയ്ത് പോകും ലൈൻസ് ഓഫ് ഫോഴ്സ്. ഇനി തിരിച്ച് രണ്ട് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇതേപോലെ തന്നെ ഇത് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്ത് പോകും. അപ്പോൾ ഒന്നുകിൽ സിംഗിൾ പോസിറ്റീവ് ചാർജിന്റെ കേസിൽ വരയ്ക്കാൻ ചോദിക്കാം, സിംഗിൾ നെഗറ്റീവ് ചാർജിന്റെ വരയ്ക്കാൻ ചോദിക്കാം, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ, അല്ലെങ്കിൽ രണ്ട് ലൈക്ക് ചാർജസ് ആണെങ്കിൽ. ലൈക്ക് ചാർജസ് ആണെങ്കിൽ എങ്ങനെയാണ്? അൺലൈക്ക് ചാർജസ് ആണെങ്കിൽ എങ്ങനെ? അപ്പൊ ഇതിനെ നമുക്ക് പറയാം അൺലൈക്ക് ചാർജസ് ആണെന്ന്. ഇതാണെങ്കിലോ ലൈക്ക് ചാർജസ് ആണെങ്കിൽ. അപ്പോൾ
ഒരു എന്താ സോഴ്സ് ചാർജിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് വിഷ്വലൈസ് ചെയ്യുന്നതിന് വേണ്ടി ഫാരഡെ ഡെവലപ്പ് ചെയ്യുന്ന നോൺ മാത്തമാറ്റിക്കൽ മെത്തേഡാണ് എന്തെന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഫീൽഡ് ലൈൻസ് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു, എപ്പോഴും പോസിറ്റീവ് ചാർജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എവിടെ എന്ത് ചെയ്യും, നെഗറ്റീവ് ചാർജിൽ തിരിച്ച് നെഗറ്റീവിന് പോസിറ്റീവിലേക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ ഇതെന്തല്ല, നോട്ട് എ ക്ലോസ്ഡ് ലൂപ്പ് ആണ്. പിന്നെന്താണ്, ഇതൊരു ഇമാജിനറി ലൈൻസ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്താണ്, അതിന്റെ പ്രോപ്പർട്ടീസ് ചോദിക്കും. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോ പോസിറ്റീവ് സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവിലേക്കുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ആണെങ്കിൽ ഇപ്പൊ ഇതിന്റെ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക. ഇപ്പൊ ഈ പി എന്ന് പറയുന്ന പോയിന്റ് ഇല്ലേ, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അറിയണമെങ്കിൽ നമുക്ക് ഈ പോയിന്റിലെ ടാൻജന്റ് വരച്ചാൽ മതി. അപ്പൊ ഈ ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ പ്രത്യേകത എന്താണ്, അതിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അറിയണമെങ്കിൽ ആ പോയിന്റില് അതിന്റെ ടാൻജന്റ് വരച്ചാൽ. അപ്പൊ ടാൻജന്റ് ടു ദ ലൈൻ ഓഫ് ഫോഴ്സ് ഗിവ്സ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ അവിടെ ഓർക്കേണ്ട പ്രത്യേക ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ രണ്ട് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇന്റർസെക്ട് ചെയ്യാണെന്ന് വിചാരിക്കാം. അപ്പൊ ഇതാണ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എങ്കിൽ ഈ ലൈൻ ഓഫ് ഫോഴ്സിന്റെ ടാൻജന്റ് ഇതും ഈ ലൈൻ ഓഫ് ഫോഴ്സിന്റെ ടാൻജന്റ് ഇതും. അപ്പൊ ഇത് രണ്ട് ഇന്റർസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പി എന്ന് പറയുന്ന പോയിന്റില് ഇത് രണ്ട് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ, അങ്ങനെ ഒരിക്കലും ഇലക്ട്രിക് ഫീൽഡിന് രണ്ട് ഡയറക്ഷൻ വരില്ല. അപ്പൊ അതിന്റെ മീനിങ് എന്താണ്, രണ്ട് ലൈൻസ് ഓഫ് ഫോഴ്സ് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, രണ്ട് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇന്റർസെക്ട് ചെയ്യാന്നാണ് അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡിന് രണ്ട് ഡയറക്ഷൻ വരും. അത് ഒരിക്കലും പോസിബിൾ അല്ല. മിക്കവാറും ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്, ടു ലൈൻസ് ഓഫ് ഫോഴ്സ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ, അതിന്റെ റീസൺ എന്താണെന്ന് ചോദിക്കും. അപ്പൊ അതിന്റെ റീസൺ എന്താണ്, ഒരിക്കലും രണ്ട് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇന്റർസെക്ട് ചെയ്യില്ല. കാരണം അതിന്റെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഇലക്ട്രിക് ഫീൽഡിന് രണ്ട് ഡയറക്ഷൻ വരെ, അത് ഒരിക്കലും പോസിബിൾ അല്ല. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്താണ്, ഓരോന്നിന്റെ കേസിലെ ഫീൽഡ് ലൈൻസ് വരയ്ക്കാൻ ചോദിക്കും. പിന്നെ എന്താണ് ഇലക്ട്രിക് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പ്രോപ്പർട്ടീസ് ചോദിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഫീൽഡ് ലൈൻസ് എന്താണ്, അതിന്റെ പ്രോപ്പർട്ടീസ് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ കേസിൽ, ലൈക്ക് ചാർജിന്റെ കേസിൽ അല്ലെങ്കിൽ അൺലൈക്ക് ചാർജിന്റെ കേസിൽ, അല്ലെങ്കിൽ സിംഗിൾ പോസിറ്റീവ് അല്ലെങ്കിൽ സിംഗിൾ നെഗറ്റീവ് ചാർജിന്റെ കേസിൽ ലൈൻസ് ഓഫ് ഫോഴ്സ് വരയ്ക്കാൻ ചോദിക്കും. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ഷോർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇന്റർസെക്ട് ചെയ്യില്ല, അതിന്റെ കാരണം എന്താ, കാരണം എന്താണ്, പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡിന് രണ്ട് ഡയറക്ഷൻ ഉണ്ടായിരിക്കും, അത് ഒരിക്കലും പോസിബിൾ അല്ല. അടുത്തത് ഇലക്ട്രിക് ഫ്ലക്സ്. അതിന് ഫൈ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോ നമുക്ക് തന്നേക്കുന്ന ഒരു ഏരിയ, ആ ഗിവൺ ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ദ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിംഗ് ത്രൂ എ ഗിവൺ ഏരിയ. തന്നേക്കുന്ന ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ്, അതിനെ നമ്മൾ എന്താ പറയുക, ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയും. അപ്പൊ ഇലക്ട്രിക് ഫ്ലക്സ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആൻഡ് ഏരിയ വെക്ടർ. അപ്പൊ ഇനി അതെന്താന്നാ പറയാൻ പോലെ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ ആ ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ തരും എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഏരിയ വെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സർഫസിനനുസരിച്ച്, ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു സർഫസ് ആണെങ്കിൽ ഇതിന്റെ ഏരിയ വെക്ടർ എന്ന് പറയുന്നത് ഇതിന് നോർമൽ എന്ന് പറയുമ്പോൾ ഇതാണ് ഈ ഡയറക്ഷനിലായിരിക്കും ഏരിയ വെക്ടർ വരുന്നത്. ഇനി നമ്മൾ എടുക്കുന്ന സർഫസ് ഇങ്ങനെയാണെങ്കിൽ ഏരിയ വെക്ടർ എങ്ങനെയായിരിക്കും, ഈ സർഫസിന് നോർമൽ ആയിട്ടായിരിക്കും ഏരിയ വെക്ടർ. ഇനി അപ്പൊ ഇൻക്ലൈൻഡ് ആയിട്ടാണെങ്കിലോ ആ സർഫസിന് നോർമൽ ആയിട്ട്, അതുകൊണ്ടാണ് അവിടെ ഇതിപ്പോ ഒരു ഇൻക്ലൈൻഡ് സർഫസ് വെച്ചാൽ അപ്പൊ അതിന് നോർമൽ ആണ്, അത് ഇങ്ങനെ ചരിഞ്ഞു പോകും. അപ്പൊ അത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, അപ്പൊ നോർമൽ ഇങ്ങോട്ടാണ്, അപ്പൊ അവ തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ. അപ്പൊ നമ്മൾ എടുക്കുന്ന സർഫസിന് നോർമൽ ആയിട്ടായിരിക്കും എപ്പോഴും ഏരിയ വെക്ടർ വരയ്ക്കേണ്ടത്. അപ്പൊ ഇതാണ് സർഫസ് എങ്കിൽ ഇതാണ് ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ. ഇനി ഇതാണ് സർഫസ് എങ്കിൽ ഇതായിരിക്കും ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ. അപ്പൊ നമ്മൾ എടുക്കുന്ന സർഫസ് ഏതാ അതിന് നോർമൽ ആയിട്ടായിരിക്കും, അല്ലാതെ സർഫസ് വെച്ചിട്ടല്ല. സർഫസിന്റെ നോർമൽ ആയിട്ടാണ് നമ്മൾ ഏതിനെ എടുക്കുന്നത്, ഏരിയ വെക്ടർ ആയിട്ട് എടുക്കുന്നത്. അപ്പൊ സർഫസിന് വരുന്ന നോർമൽ ആണ് ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ തരുന്നത്. അപ്പൊ ഏരിയ വെക്ടറും ഇലക്ട്രിക് ഇന്റൻസിറ്റി അറിയെങ്കിൽ അതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, ഇലക്ട്രിക് ഫ്ലക്സ് കിട്ടും. അല്ലെങ്കിൽ ഇ ഡോട്ട് ഡി എസിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഇ ഡി എസ് കോസ് തീറ്റ എന്ന് എഴുതാം. തീറ്റ എന്ന് പറഞ്ഞാൽ ഇയും ഡി എസും തമ്മിലുള്ള ആംഗിൾ ആണ്. ഫ്ലക്സ് എന്ന് പറയുന്നത് ഒരു സ്കാലാർ ക്വാണ്ടിറ്റി ആണ്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോംബ് ആണ്. ഈ യൂണിറ്റ് മിക്കവാറും പരീക്ഷയ്ക്ക് വൺ വേർഡിന് ചോദിക്കാറുണ്ട്. ബട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ്. എത്രയാണ് യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ്, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോംബ്. ഇറ്റ് ഈസ് എ സ്കാലാർ ക്വാണ്ടിറ്റി. അപ്പൊ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഗിവൺ ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ്. ഇനി ഇലക്ട്രിക് ഫ്ലക്സിനെ ഫൈ എന്ന് പറയുന്ന ലെറ്ററോടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെ, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഏരിയ വെക്ടറിന്റെയും ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ മതി. ഏരിയ വെക്ടർ എടുക്കുന്നത് എങ്ങനെയാണ്, നമുക്ക് തരുന്ന സർഫസിന് നോർമൽ. ഇലക്ട്രിക് ഫ്ലക്സിന്റെ യൂണിറ്റ് എന്താണ്, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോംബ്.
ഇനി നമുക്ക് ഇതുവരെ പഠിച്ച ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ചെയ്യും. Another problem, two charged spheres 3 microcoulomb and 12 microcoulomb are separated by a distance 2 cm apart in air. Find the magnitude of force between the charges. If the charges are placed in mica, mica's dielectric constant value epsilon r value 5.6 തന്നിട്ടുണ്ട്. Do the force change. Find the new force. മൂന്നാമത്തത് NaCl easily converts into ions, അതായത് Na plus Cl minus ആയിട്ട് മാറും when it is put in water. Why? Epsilon r dielectric constant of relative permittivity of water is എത്രയാന്ന് തന്നിട്ടുണ്ട്? 81 എന്ന് തന്നിട്ടുണ്ട്. ഇനി അടുത്തത് what is the dielectric constant of copper? അതായത് ഈ dielectric constant എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മൾ കൂളംസ് ലോ പഠിച്ചപ്പോൾ അവിടെ ഒരു എപ്സിലോൺ ആറിന്റെ ടേം പഠിച്ചില്ലായിരുന്നു കൂളംസ് ലോ പഠിച്ചപ്പോൾ. അപ്പൊ എപ്സിലോൺ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അത് തന്നെയാണ് ഇവിടെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് ഉദ്ദേശിച്ചത്. അപ്പൊ ആദ്യം പറഞ്ഞേക്കുന്നത് എന്താ? രണ്ട് ചാർജ് സ്പിയേഴ്സ്, അതിന്റെ ചാർജ് 3 മൈക്രോ കൂളംബ് എന്ന് 12 മൈക്രോ കൂളംബ് എന്ന് തന്നിട്ടുണ്ട്. അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് 2 സെന്റിമീറ്റർ. അപ്പൊ 2 ചാർജസ് സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് ഇൻ എയർ ആണെങ്കിൽ നമുക്ക് കൂളംസ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ അറിയാം. പ്രോബ്ലം ചെയ്യാൻ ഏത് ഇക്വേഷൻ എടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ള 9 × 10⁹ അല്ലേ പ്രോബ്ലം ചെയ്യാൻ. അതായത് 1/4πε0 ആണ്. അതിന് പകരമാണ് നമ്മൾ എന്തെന്ന് കൊടുത്തത് 9 × 10⁹ Q1 Q2 ഡിവൈഡഡ് ബൈ r². ഇനി Q1 എന്ന് പറയുന്നത് മൈക്രോ കൂളംബിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ മൈക്രോ കൂളംബിനെ 3 മൈക്രോ കൂളംബ് എന്ന് പറഞ്ഞാൽ 3 × 10⁻6 കൂളം. അതേപോലെ Q2 എന്ത് വരും? 12 × 10⁻6 കൂളം വരും. ഡിസ്റ്റൻസ് സെന്റിമീറ്ററില. അപ്പൊ 2 × 10⁻2 മീറ്റർ. ഇത്രയും ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ നമുക്ക് എന്തായിട്ടും 9 × 10⁻9 × 3 × 10⁻6 into Q2 12 × 10⁻6 divided by 2 × 10⁻2 സ്ക്വയർ ചെയ്യുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 810 ന്യൂട്ടൺ കിട്ടും. എപ്പോൾ എയർ മീഡിയത്തിലാണ് വെച്ചേക്കുന്നതെങ്കിൽ എയറിലാണ് വെച്ചേക്കുന്നതെങ്കിൽ ആ ചാർജ് സ്പേസ് എയറിലാണ് വെച്ചേക്കുന്നതെങ്കിൽ അവ തമ്മിലുള്ള ഫോഴ്സ് എത്രയാണെന്ന് പറഞ്ഞു? 810 ന്യൂട്ടൺ എന്ന് പറഞ്ഞു. ഇനി ചോദിച്ചിരിക്കുന്നത് എന്താ? ഈ ചാർജിനെ നമ്മൾ മൈക്ക എന്ന് പറഞ്ഞ എയർ മീഡിയം മാറ്റി മൈക്ക എന്ന് പറയുന്ന മീഡിയത്തിൽ വെക്കുന്ന സെപ്പറേഷനും ചാർജും എല്ലാം സെയിം തന്നെ. എന്തുമാത്രം വ്യത്യാസം? മീഡിയം മാറി. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഫോഴ്സ് ചേഞ്ച് ചെയ്യും. മീഡിയം മാറിയാൽ കമ്പൽസറി ആയിട്ട് അവിടെ ഫോഴ്സ് ചേഞ്ച് ചെയ്യും. അപ്പൊ പുതിയൊരു മീഡിയം ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാ? ഇപ്പോഴത്തെ ഫോഴ്സ് എത്ര കിട്ടി? 810 എന്ന് കിട്ടും. അങ്ങനെ പുതിയ മീഡിയം ആകുമ്പോഴേക്കും ഫോർ എ മീഡിയം ഇക്വേഷൻ എങ്ങനെയാ? F = 1/4πε Q1 Q2 by r². ഇത് നമ്മൾ അവിടെ സിംപ്ലിഫൈ ചെയ്ത് എപ്സിലോണിന് പകരം ε0 εr എന്ന് കൊടുക്കാം. 1/4πε0 εr Q1 Q2 ഡിവൈഡഡ് ബൈ r². ഇനി 1/4πε0ക്ക് പകരം നമ്മൾ എന്തെന്ന് കൊടുക്കും? 9 × 10⁻9 Q1 Q2 ഡിവൈഡഡ് ബൈ εr r². ഇനി ഈ 9 × 10⁻9 Q1 Q2 ബൈ Q2 ഡിവൈഡ് ബൈ r² പകരം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴല്ലേ നമുക്ക് ഫോഴ്സ് എത്ര കിട്ടിയത്? 810 കിട്ടിയത്. അപ്പൊ ആ വാല്യൂ നമുക്ക് ഇവിടെ കൊടുത്താൽ പോരെ. അപ്പൊ 810 ഡിവൈഡഡ് ബൈ εr എത്രയാണ്? 5.6 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 144.64 ന്യൂട്ടൺ. അപ്പോ മീഡിയം എയർ മീഡിയം മാറി പുതിയൊരു മീഡിയത്തിലേക്ക് വെച്ചപ്പോഴേക്കും അവ തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്തു? റെഡ്യൂസ് ചെയ്തു. എത്ര എമൗണ്ട്? അതിന്റെ ആ മീഡിയത്തിന്റെ എന്ത് ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എത്രയാണോ അത്രയും മടങ്ങ് അതിന്റെ വാല്യൂ എന്ത് ചെയ്തു? റെഡ്യൂസ് ചെയ്തു അല്ലെ. അതായത് നമ്മൾ ε r കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് എയർ മീഡിയത്തിലെ വാല്യൂവിനേക്കാൾ കുറവായിരിക്കും പുതിയൊരു മീഡിയത്തിൽ വെക്കുമ്പോൾ.
പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ജനറൽ മീഡിയം ആണെങ്കിൽ 9 × 10⁹ Q1 Q2/R². പുതിയൊരു മീഡിയം വെക്കുകയാണെങ്കിൽ അത് വെച്ച് കിട്ടിയ വാല്യൂവിനെ ആ പുതിയ മീഡിയത്തിന്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതേ കേസ് വെച്ചിട്ടാണ് ഇവിടെ പറയുന്നത് അടുത്തത്. NaClനെ നമുക്ക് വാട്ടറിൽ എളുപ്പം കൺവേർട്ട് ചെയ്യാൻ പറ്റും കാണുന്നുണ്ട്. അപ്പൊ NaClനെ Na+Cl- അയണായിട്ട് മാറ്റിയാണ് ഒരു പുതിയ മീഡിയം ആണ് വാട്ടർ മീഡിയം. എയറിൽ നിന്നും മാറ്റി വാട്ടർ മീഡിയത്തിൽ വെക്കുമ്പോൾ എളുപ്പം കൺവേർട്ട് ചെയ്യാനുള്ള കാരണം എന്താണ്? വാട്ടറിന്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എത്രയാണ്? 81. അപ്പൊ അത്രയും വലിയ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ആകുമ്പോഴേക്കും എയർ മീഡിയത്തിലെ വാല്യൂ എത്രയാണോ അതേ ഡിവൈഡ് ബൈ 81 ചെയ്യണം. അപ്പൊ അത്രയും ഫോഴ്സ് കുറഞ്ഞു വരും. അപ്പൊ വാട്ടർ മീഡിയത്തിൽ വെക്കുമ്പോഴത്തേക്കും ഫോഴ്സ് എന്ന് പറയുന്നത് 1/81 ആയിട്ടും കുറയും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? NaClനെ എളുപ്പം കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് ചോദിച്ചേക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് കോപ്പർ? ഫോർ മെറ്റൽസ് ഡയലക്ട്രിക് കോൺസ്റ്റന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇൻഫിനിറ്റി ആയിരിക്കും. ഹൈ വാല്യൂ ആയിരിക്കും, ഇൻഫിനിറ്റി ആയിരിക്കും ഡയലക്ട്രിക് കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ് പ്രോബ്ലം ആണ്. എയർ മീഡിയം മാത്രമാണെങ്കിൽ F = 9 × 10⁹ Q1 Q2/R². പുതിയൊരു മീഡിയം വെക്കുകയാണെങ്കിൽ ആ കിട്ടിയ വാല്യൂവിനെ അതിന്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പിന്നെ വാട്ടറിന്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് 81 ആയതുകൊണ്ട് തന്നെ നമുക്ക് വാട്ടറിൽ വെക്കുമ്പോൾ NaClനെ എളുപ്പം കൺവേർട്ട് ചെയ്യാൻ കാരണം അതിന്റെ ഫോഴ്സ് എന്ത് ചെയ്യും? അത്രയും ടൈംസ് കുറയും. പിന്നെ കോപ്പറിന്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയാണ്, കാരണം അത് മെറ്റൽസ് ആണ്. അടുത്ത പ്രോബ്ലം. Electrostatic force on a small sphere of charge 0.4 microcoulomb due to another sphere of charge minus 0.8 microcoulomb in air is 0.2 Newton. What is the distance between two spheres? What is the force on second sphere due to first? അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ചാർജസും അവയ്ക്കിടയിലുള്ള ഫോഴ്സും തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡിസ്റ്റൻസ് ആണ്, ഒന്ന് പോസിറ്റീവ് ചാർജും മറ്റൊന്ന് നെഗറ്റീവ് ചാർജും. പക്ഷെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ചാർജിന്റെ സൈൻ ഒന്നും നോക്കണ്ട, നമ്മൾ അല്ലാതെ തന്നെ ചെയ്താൽ മതി. എയർ മീഡിയം ആയത് നമുക്ക് 9 × 10⁹ Q1 Q2 /R² എന്നാണ് ഇക്വേഷൻ എടുക്കുക. ഫോഴ്സ് തന്നിട്ടുണ്ട് എത്രയാ? 0.2. 9 × 10⁹. ചാർജ് എത്രയാ? 0.4 × μC/10⁻⁻6. അടുത്ത ചാർജ് 0.8 × 10⁻6 ഡിവൈഡഡ് ബൈ R². ഇത് സിംപ്ലിഫൈ ചെയ്തിട്ട് ഇതിൽ നിന്നും R² വാല്യൂ കണ്ടുപിടിക്കും. R² ആകുമ്പോഴത്തേക്ക് ഈ 0.2ന്റെ ടേം ഇങ്ങോട്ട് വരും. ഇത് R² = ഇവിടെ 0.2 വരും. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് R² നമുക്ക് കിട്ടുന്നത് 0.0144 എന്ന് കിട്ടും. അതിന്റെ റൂട്ട് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എത്ര വരും? 6ന്റെ വാല്യൂ കിട്ടും. 6ന്റെ വാല്യൂ എന്ന് പറയുന്നത് R = 1.2 മീറ്റർ എന്ന് വരും. 6ന്റെ വാല്യൂ നമുക്ക് ആദ്യം അവ തമ്മിലുള്ള സെപ്പറേഷൻ കണ്ടുപിടിക്കാം. What is the distance between the two spheres? ചെയ്യുമ്പോൾ 1.2 meter. ഇനി ചോദിച്ചാൽ what is the force on the second sphere due to first sphere due to second ആയാലും second sphere due to first ആയാലും രണ്ടിടത്തും കൂളപ്പ് ഫോഴ്സ് തന്നെ. അപ്പോൾ ആ ഫോഴ്സ് എത്ര തന്നെ ആയിരിക്കും? 0.2 ന്യൂട്ടൺ തന്നെ ആയിരിക്കും. ഫസ്റ്റ് ഓൺ സെക്കൻഡ് ആയാലും സെക്കൻഡ് ഓൺ ഫസ്റ്റ് ആയാലും അവിടെ കൂളപ്പ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. അത് എത്ര വരും? 0.2 ന്യൂട്ടൺ വരും.